ലോകം മുഴുവൻ മറിയയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ്. യേശുവിൻ്റെ അമ്മ മറിയത്തെ ഇനി സഹരക്ഷക, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ സ്ഥാനപ്പേരുകൾ നൽകി വിശേഷിപ്പിക്കരുതെന്ന് മാർപ്പാപ്പ ലിയോ 14 പ്രഖ്യാപനം ലോകമെങ്ങും കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ ആശങ്കയും അങ്കലാപ്പും ഉണ്ടാക്കിയിരിക്കുന്നു. ഈ പ്രഖ്യാപനത്തെ തുടർന്ന് സഭ തെറ്റുതിരുത്തുന്നു എന്ന നിലയിലാണ് പ്രമുഖ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സഭയ്ക്ക് ഒരു കാലത്തും തെറ്റുപറ്റിയിട്ടില്ലെന്നും എല്ലാ കാലത്തും മറിയെ ഒരു മധ്യസ്ഥയോ സഹരക്ഷകയോ ആക്കി സഭ പഠിപ്പിച്ചിട്ടില്ലെന്നും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക മാത്രമാണ് സഭ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നുമാണ് സഭയുടെ വക്താക്കൾ വാദിക്കുന്നത്. പക്ഷേ അവരുടെ ഈ വാദങ്ങളൊന്നും സാധാരണ വിശ്വാസികളുടെ മനസ്സിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശുക്രിസ്തുവിന് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത മറിയ എന്ന യഹൂദ പെൺകുട്ടിയെ ദൈവപുത്രനേക്കാൾ വലിയ ദൈവമാക്കി ലോകമെങ്ങുമുള്ള വിശ്വാസികളുടെ മനസ്സിൽ കൂടിയിരുത്തിയത് കത്തോലിക്ക സഭയും അവരുടെ സംവിധാനങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി ജനങ്ങൾ മറിയയെ ആരാധിക്കുകയും വണങ്ങുകയും അവരിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നുവെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കുവാനായി മരിയോളജി എന്ന ദൈവശാസ്ത്ര ശാഖയും 1000 അത്ഭുത കഥകളും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം സഭ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ മറിയയെ മധ്യസ്ഥ സ്ഥാനത്തു നിന്നും സഹരക്ഷക സ്ഥാനത്തു നിന്നും കൂടിയിറക്കുമ്പോൾ ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് മരിയ ഭക്തർ അങ്കലാപ്പിലാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. ഇന്നലെ ഇത് സംബന്ധിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭകളും കത്തോലിക്ക സഭകളും തമ്മിൽ മറിയയെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകത്തക്ക നിലയിൽ ഒരു ചെറിയ വിശദീകരണം നൽകുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ഈ വീഡിയോയിൽ കുറച്ചുകൂടെ വിശദമായി ഡോക്ടർ KJ മാത്യു ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പ്രമുഖ പെന്തക്കോസ്ത സഭയായ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സൗത്ത് ഇന്ത്യ ജനറൽ സെക്രട്ടറിയും ദൈവശാസ്ത്രജ്ഞനും പ്രഭാഷകനുമൊക്കെയാണ് റവറൻഡ് ഡോക്ടർ KJ മാത്യു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നിന്നുണ്ടായ ലിയോ 14 മാർപ്പാപ്പയുടെ ചരിത്രപരമായ പ്രഖ്യാപനം വാസ്തവത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണർത്തുന്നതാണ്. മറിയ ക്രിസ്തുവിനൊപ്പം സഹരക്ഷക അല്ല, അങ്ങനെ സഭ വിശ്വസിച്ച് വന്നു, അല്ലെങ്കിൽ പൊതുജനം വിശ്വസിച്ച് വന്നു. അത് അങ്ങനെ അല്ല എന്ന് ഔദ്യോഗികമായിട്ട് സഭ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുക, വിച്ച് ഇസ് ഗുഡ്. ഈ മാരിയോലട്രി ഡെവലപ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2-ാം നൂറ്റാണ്ട് മുതലേ തുടങ്ങിയിരുന്നു എന്ന് നമ്മൾ ചരിത്രപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സഭാപിതാക്കന്മാരായ ഐറേനിയസും ജസ്റ്റിൻ മാർട്ടിനും മറിയയ്ക്ക് വാഴ്ത്തുപാട്ടുകൾ പാടി തുടങ്ങിയിരുന്നു. അതായത് രക്ഷയുടെ പദ്ധതിയിൽ യേശുവിൻ്റെ അമ്മ മറിയയ്ക്കുള്ള അദ്വിതീയമായ സ്ഥാനത്തെ മനസ്സിലാക്കിയാണ് അവരങ്ങനെ എഴുതിയും പറഞ്ഞും വന്നത്. ഔദ്യോഗികമായിട്ട് എഫെസോസ് സുന്നകദോസ് 431 എഫെസോസിലെ സുന്നകദോസിൽ വെച്ച് മറിയെ തിയോട്ടോക്കോസ്, ദൈവ മാതാവ് എന്ന് വിളിച്ച്, അത് വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. സഭകളുടെ വിഭജനത്തിനും അത് ഹേതുവായിട്ടുള്ള കാര്യം നമുക്ക് പൊതുവെ അറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് 553 AD 553 കോൺസ്റ്റാന്റിനോപ്പിൾ സിനഡിൽ വെച്ച് മറിയയ്ക്ക് നിത്യകന്യക എന്ന ഒരു പുതിയ വിളിപ്പേര് ചാർത്തി. വാസ്തവത്തിൽ മരിയോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്ത് 12-13 നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ ആണ്. എല്ലാ മുക്കിലും മൂലയിലും ഈശോ മിശിഹായുടെ ഇമേജസിനേക്കാൾ, പ്രതിമകളെക്കാൾ മറിയയുടെ പല രൂപത്തിലും ഭാവത്തിലും ഉള്ളത്, കൈക്കുഞ്ഞുമായി നിൽക്കുന്നത്, ഉണ്ണീശോ ഒക്കെ ആയിട്ട് അങ്ങനെ രംഗത്ത് വന്നു. ആരാധന ശക്തമായി യൂറോപ്പിലെമ്പാടും. നേർച്ചപ്പെട്ടികളുടെ വലിപ്പം കൂട്ടിക്കൊണ്ടേ ഇരുന്നു. യേശുവിൻ്റെ ആരാധന മറിയയ്ക്ക് കിട്ടി. അതാണ് ആവൽക്കരമായ, ശോചനീയമായിട്ടുള്ള ഒരു മരിയോളജിക്കൽ വളർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊപ്പമാണ് അപ്പരിഷൻസ് അല്ലെങ്കിൽ പ്രത്യക്ഷീകരണങ്ങൾ മറിയ നൽകി എന്നുള്ള വേറൊരു ആർഗ്യുമെന്റ്. 1531 പ്രധാനമായിട്ടുള്ള ഒരു അപ്പരീഷൻ ഉണ്ടായത്. മെക്സിക്കോയിലെ ഗ്വാദലൂപ്പ് എന്ന സ്ഥലത്ത് മറിയ പ്രത്യക്ഷപ്പെട്ടു എന്ന അവകാശവാദവും ആ പേരിൽ ഗ്വാദലൂപ്പ് മാതാവ് എന്ന വിളിപ്പേരും മറിയയ്ക്കുണ്ടായത്. 1570, 87, 1650 എന്നീ 3 വർഷങ്ങളിൽ നമ്മുടെ വേളാങ്കണ്ണി, തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിൽ 3 പ്രത്യക്ഷീകരണങ്ങൾ മറിയയുടെ വക ഉണ്ടായി
എന്ന് പറയപ്പെടുന്നു. വേളാങ്കണ്ണി മാതാവ് ഇന്ത്യയിൽ ഏറ്റവും അധികം വന്ദിക്കപ്പെടുന്നല്ലോ, ആൾക്കൂട്ടും ആരവാരവും ഒക്കെ ഉണ്ട്. നമുക്കറിയാം ആ പെരുന്നാളിനെ കുറിച്ച്. 1858 ഫ്രാൻസിലെ ലൂർദിൽ 14 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിക്ക് 18 പ്രാവശ്യം മറിയ പ്രത്യക്ഷയായി. ഗ്രോട്ടോ ഒക്കെ ഉണ്ടാക്കി ഇന്നും പള്ളികളിലോട് ബന്ധപ്പെട്ട് കാണാറുണ്ടല്ലോ. ഒരു ഉറവയിൽ മറിയ പ്രത്യക്ഷയായി എന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ലൂർദ് മാതാവ് എന്ന പേരിൽ ലോകത്തെമ്പാടും മറിയ വാഴ്ത്തപ്പെടുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഒരു പ്രത്യക്ഷീകരണം 1917 പോർട്ടുഗലിലെ ഫാത്തിമയിൽ ഉണ്ടായി. അതുകൊണ്ട് ഫാത്തിമ മാതാ എന്ന് മറിയയ്ക്ക് ഒരു വിളിപ്പേര് ഉണ്ട്. 1854 ഒരു ഡെവലപ്മെന്റ് ഈ രംഗത്ത് പിയൂസ് 9 മാർപ്പാപ്പ മേരി ദ ഇമ്മാക്കുലേറ്റ്, അമലോത്ഭവ മാതാവ്, അതായത് ആദമ്യപാപം, ജന്മപാപം ഏശാത്ത സംശുദ്ധയായി ജനിച്ചവളെന്ന മട്ടിൽ ഒരു പ്രഖ്യാപനം നടത്തി. അനുബന്ധിച്ച് 1950 പിയൂസ് 12 മാർപ്പാപ്പ മറിയയുടെ അസെൻഷൻ, സ്വർഗാരോഹണം എന്ന ഒരു വിശ്വാസ സിദ്ധാന്തം രൂപീകരിച്ചു. സെന്റ് തോമസിന്റെ ഇന്ത്യൻ ട്രഡീഷനിൽ പറയുന്നതനുസരിച്ച് തോമാശ്ലീഹ ഇന്ത്യയിൽ ആദ്യം ഒന്ന് വന്നിട്ട് പിന്നെയും യെരുശലേമിൽ പോയിട്ട് രണ്ടാമത് വന്നു എന്ന ഒരു ആർഗ്യുമെന്റ് നിലവിലുണ്ട് ഹിസ്റ്റോറിക്കലായിട്ട്. ആ മടങ്ങിപ്പോക്ക് മറിയുടെ സ്വർഗാരോഹണത്തിന് വേണ്ടി മടങ്ങിപ്പോയതാണ് എന്നതാണ് നിലവിലുള്ള റോമൻ കത്തോലിക്ക വിശ്വാസ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ട്രഡീഷണൽ ഇംപ്ലിക്കേഷൻ. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമായി പുതിയ പ്രഖ്യാപനം സന്തോഷം നൽകുന്നു. പ്രൊട്ടസ്റ്റന്റ്സ് ഒക്കെ അതിനെക്കുറിച്ച് നന്നായി പറയുന്നു. ദൈവമക്കള് നമ്മുടെ വർഷങ്ങളെ പ്രാർത്ഥനയുടെ മറുപടിയാണ് എന്ന് പറയുന്നു. ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണെങ്കിലും ഈ പ്രഖ്യാപനം ഒരു ശുഭോദർക്ക സൂചനയാണെന്ന് പൊതുവെ പറയാമെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ചില ആശങ്കകൾ ഉയരുന്നുണ്ട്. ചില ചോദ്യങ്ങൾ പ്രസക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്നാമത്, റോമൻ കത്തോലിക്ക സഭയുടെ സന്ധ്യാപ്രാർത്ഥനയിൽ ത്രിയേക ദൈവത്തിന് ചുരുക്കമായിട്ട് ഒരു വണക്കം പറഞ്ഞിട്ട് പിന്നെ ഒരു നെടുനീളൻ പ്രാർത്ഥനയാണ് കന്യാമറിയാമിനുള്ളത്. ലോകത്തെമ്പാടും അങ്ങനെയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ യൂലോജി നീണ്ടു പോകുന്നു. അതില് സ്വർഗീയ രാജ്ഞി, മാലാഖമാരുടെ രാജ്ഞി, ശ്രീഹന്മാരുടെ രാജ്ഞി, ഇങ്ങനെ പറഞ്ഞ് 50 വ്യത്യസ്ത വിശേഷണ പദങ്ങളാണ് മറിയയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നത്. ഓരോന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഇതാ തുടർച്ച. അപ്പൊ ഇതിന് മാറ്റം ഉണ്ടാവോ എപ്പോഴെങ്കിലും? ഈ നീണ്ട സന്ധ്യാപ്രാർത്ഥനയിൽ 90% പദങ്ങളും മറിയയ്ക്ക് വേണ്ടി മാത്രം സമർപ്പിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുമോ? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യവും ആശങ്കയും. 2, പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അഡീഷൻ ഉണ്ട്. അതായത് മറിയെക്കുറിച്ചുള്ള മരിയോളജിയിലെ 4 അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾക്ക് മാറ്റമില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നു മാർപ്പാപ്പ. 1, മറിയയുടെ ദൈവമാതൃത്വം. 2, അമലോത്ഭവം. 3, സ്വർഗാരോഹണം. 4, നിത്യകന്യാകത്വം. അപ്പൊ ഇത് 4 ഉള്ളിടത്തോളം കാലം ഭയങ്കരമായ ദൈവശാസ്ത്ര ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇവിടെ. ഇതിനാണ് മാറ്റം വരേണ്ടത്. അടിസ്ഥാനപരമായിട്ട് ഇതിനാണ് മാറ്റം വരേണ്ടത്. അത് സാധിക്കണം. ആ വെല്ലുവിളി ഉയരുന്നത് മനസ്സിലാക്കണം നമ്മളെല്ലാവരും. മൂന്നാമതായിട്ട്, ഗീവറിയസ് പുണ്യാളന്റെ കാര്യം അറിയാമല്ലോ. അദ്ദേഹത്തെ 1969 റോം കത്തോലിക്ക സഭ അദ്ദേഹത്തെ കുറിച്ച് ഹിസ്റ്റോറിസിറ്റിയെ കുറിച്ച് സംശയമുണ്ട്, അതുകൊണ്ട് ഇനിയും തിരുനാൾ ആഘോഷിക്കേണ്ട, വണക്കം വേണ്ട എന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനം ഇറക്കിയെങ്കിലും കടലാസിൽ ഒതുങ്ങിയെന്നല്ലാതെ ലോകത്തെമ്പാടും പണിത ഭീമാകാരമായ പള്ളികളും വാമ്പൻ പെരുന്നാളാകും നമ്മുടെ കേരളക്കരയിലടക്കം
എടത്തുവായിലടക്കം മണകാട് അല്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ പുണ്യാളച്ചൻ്റെ ആരാധന വിട്ട് ഒരു അസ്തിത്വം പറ്റില്ല എന്ന് ശടിച്ചതുപോലെയാണ്. കാരണം പള്ളികൾക്ക് ഗംഭീര വരുമാനമല്ലേ, ആ വരുമാനം ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഗീവർഗീസ് പുണ്യാളച്ചൻ ഇന്നും തൻ്റെ വണക്കം അല്പം പോലും കുറയാതെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതും ചേർത്ത് വായിക്കുമ്പോൾ ഈ പ്രഖ്യാപനത്തിൽ കഴമ്പുണ്ടോ, അതിന് ഗണ്യമായ വ്യത്യാസങ്ങൾ വരുത്താനാവുമോ എന്ന് എനിക്ക് സന്ദേഹമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞാൻ. ദൈവശാസ്ത്ര ചിന്തയിൽ കത്തോലിക്ക ദൈവശാസ്ത്രം അനുസരിച്ച് അവര് കാറ്റഗറൈസ് ചെയ്ത് പറയുന്നത് വെനറേഷനും അഡോറേഷനും രണ്ടും രണ്ടാണ്. ഭാഷാപരമായി ശരിയാണ് താനും. പുണ്യാളച്ചന്മാർക്ക് പുണ്യവാളന്മാർക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് വെനറേഷൻ കൊടുക്കുന്നു, ദൈവത്തിന് മാത്രം അഡോറേഷൻ കൊടുക്കുന്നു. ലാട്രിയ എന്ന വാക്കാണ് അഡോറേഷൻ, ആരാധന എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ ദൈവശാസ്ത്രത്തിൽ. വണക്കം എന്ന മലയാളം സൂചിപ്പിക്കുന്ന വെനറേഷൻ എന്ന ഇംഗ്ലീഷിനെ ഡൂലിയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോ ദൈവത്തിന് ലാട്രിയ അല്ലെങ്കിൽ അഡോറേഷൻ, വിശുദ്ധന്മാർക്ക് പുണ്യവാന്മാർക്ക് പുണ്യാളത്തിമാർക്ക് ഡൂലിയ അല്ലെങ്കിൽ വണക്കം മാത്രം. മറിയയ്ക്ക് അവിടെയും ഹൈപ്പർ ഡൂലിയ കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാ പുണ്യാളന്മാരെക്കാൾ പുണ്യവതികളെക്കാൾ മധ്യസ്ഥന്മാരെക്കാൾ ഉയർന്ന സ്ഥാനീയത. അതുകൊണ്ട് ഹൈപ്പർ ഡൂലിയ കൊടുക്കുന്നുണ്ട് മറിയ. അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ക്വസ്റ്റ്യൻ, ദൈവശാസ്ത്രത്തിലോ റോമൻ കൂരിയയിലോ അല്ലെ കാർഡിനൽ സിനഡിലോ ഒക്കെ ക്രോഡീകരണവും പ്രഖ്യാപനവും ബൂളായും കൽപ്പനയും ഒക്കെ മുറയ്ക്ക് നടക്കുമ്പോൾ തന്നെ ദ കോമൺ മാസസ്, ജനകോടികൾ ലോകത്തെമ്പാടും ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല. മറിയ ഹൃദയത്തിൽ പൂജിച്ച് മറിയയിലൂടെ മധ്യസ്ഥയിലൂടെ കാര്യം സാധിക്കുന്നു എന്ന് വിശ്വസിച്ചും വിശ്വസിക്കപ്പെട്ടും ഇരിക്കുന്ന ആളുകൾ അമ്മയെ കൂടാതെ മകനിലേക്ക് എങ്ങനെ പോകാം എന്ന് എന്നും ചോദിക്കുന്ന ശരാശരി വിവരം മാത്രമുള്ള ആളുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ആ ആശങ്കകൾ ഉയരുന്നുണ്ട്. അതിന് പരിഹാരമായിട്ടില്ല എന്നാണ് എൻ്റെ വീക്ഷണം.